ഒരിക്കൽ ഒരു കൊലപാതകിയായിരുന്ന പിന്നീട് ടിബറ്റിലെ ഏറ്റവും വലിയ യോഗികളിലൊരാളായി മാറിയ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിലരേപ്പയുടെ അവിശ്വസനീയമായ ജീവിതകഥയാണ്. ശരിക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ യാത്ര, അത് നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് പഠിക്കാനുള്ള ഒരു വലിയ പാഠം തന്നെയാണ്. അപ്പോൾ ഈ കഥ നമുക്ക് സാധാരണ പോലെ തുടക്കം മുതലല്ല, പകരം നേരെ അതിന്റെ ഹൃദയഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ആലോചിച്ച് നോക്കൂ, ഹിമാലയത്തിലെ ഒറ്റപ്പെട്ട ഒരു ഗുഹ. അവിടെ മിലരേപ്പ സ്വന്തം മനസ്സിനെ തന്നെ നേരിടുകയാണ്, അതിന്റെ എല്ലാ ഭീകരരൂപങ്ങളെയും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മിലരേപ്പ ധ്യാനം കഴിഞ്ഞ് ഗുഹയിലേക്ക് തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ, അതങ്ങോട്ട് മുഴുവൻ ഭൂതങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഏകദേശം ഉറപ്പായിരുന്നു ഇതൊക്കെ തന്റെ മനസ്സിന്റെ തന്നെ കളികളാവാം, ഉള്ളിൽ നിന്ന് വരുന്നതാവാം എന്ന്. പക്ഷേ ശരിക്കുമുള്ള ചോദ്യം അതല്ല, ഇതിനെയൊക്കെ എങ്ങനെ ഒഴിവാക്കും എന്നതായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ശരിക്കും രസകരം. ആദ്യം എന്തു ചെയ്തെന്നോ, അവരെ അങ്ങ് ധർമ്മം പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും ഏശിയില്ല. രണ്ടാമത് ദേഷ്യം പിടിച്ച് അവരെയൊക്കെ ഓടിക്കാനൊരു ശ്രമം നടത്തി. അതും പാളിപ്പോയി. പിന്നെ വേറെ വഴിയില്ലാതെ ശരി എന്നാ പിന്നെ നിങ്ങളും ഞാനിവിടെ ഒരുമിച്ച് ജീവിക്കാം എന്ന് കരുതി. പക്ഷെ അവസാനം അദ്ദേഹം പൂർണ്ണമായി കീഴടങ്ങി. എന്നെ അങ്ങ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പൂർണ്ണമായി ഒരു തരി പോലും എതിർപ്പില്ലാതെ കീഴടങ്ങിയ ആ നിമിഷം അവസാനത്തെ ഭൂതവും അപ്രത്യക്ഷമായി. ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മീയ പാതയുടെ കാതൽ. അതായത് ഉള്ളിലെ ഭൂതങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയല്ല, മറിച്ച് അവയെ അംഗീകരിച്ച് നമ്മളിലേക്ക് തന്നെ ലയിപ്പിക്കുക. അപ്പോ ആരായിരുന്നു ഈ മനുഷ്യൻ? ഇത്രയും ആഴത്തിലുള്ളൊരു പാഠം പഠിക്കാൻ മാത്രം എന്തൊക്കെ ഭീകരമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാവുക? അപ്പോൾ ഈ വലിയ ഗുരുവിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. എല്ലാം തകർന്നുപോയ ഒരു സമ്പന്നമായ ജീവിതത്തിലേക്ക്. മിലരേപ്പ ജനിച്ചത് നല്ല സമ്പന്നവും സ്നേഹവുമുള്ളൊരു കുടുംബത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതോടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ആ ജീവിതത്തിലുണ്ടായ മാറ്റം ശരിക്കും പറഞ്ഞാൽ വളരെ ക്രൂരമായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, സ്വന്തം വീട്ടിൽ സ്വന്തം ബന്ധുക്കളുടെ മുന്നിൽ ഒരു കാലത്ത് എല്ലാം ഉണ്ടായിരുന്ന മിലരേപ്പയും അമ്മയും പെങ്ങളും വെറും വേലക്കാരായി മാറി. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന. ഈ ദുരിതങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അമ്മയുടെ മനസ്സിൽ ഒരേയൊരു വികാരം മാത്രമേ ആളിക്കത്തിച്ചുള്ളൂ: പ്രതികാരം. അങ്ങനെ ആ അമ്മയുടെ നിർബന്ധത്തിനു വഴങ്ങി മിലരേപ്പ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിദ്യ പഠിക്കാൻ തീരുമാനിച്ചു: ദുർമന്ത്രവാദം. ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തങ്ങളെ ദ്രോഹിച്ചവരെ നശിപ്പിക്കുക. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ അദ്ദേഹം അതിൽ വിജയിച്ചു. ആ പഠിച്ചെടുത്ത വിദ്യ ഉപയോഗിച്ച് ശത്രുക്കളുടെ വീട്ടിലൊരു വിവാഹ സൽക്കാരം നടക്കുന്ന സമയത്ത് ആ വീട് ഇടിച്ചു താഴ്ത്തി 35ലധികം പേരെയാണ് അദ്ദേഹം കൊന്നുകളഞ്ഞത്. അതെ, ടിബറ്റിലെ ഭാവിയിലെ ഏറ്റവും വലിയ യോഗികളിലൊരാൾ ഒരു കൂട്ടക്കൊലയാളിയായി മാറുകയായിരുന്നു. പക്ഷേ ആ പ്രതികാരം നൽകിയ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. അതിനു പിന്നാലെ വന്നത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച, താങ്ങാനാവാത്ത കുറ്റബോധമായിരുന്നു. അദ്ദേഹത്തിന് രാത്രികളിൽ ഉറങ്ങാൻ പോലും പറ്റിയില്ല. താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. അതിൽ നിന്നൊരു മോചനം വേണം, എങ്ങനെയെങ്കിലും ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന ചിന്ത അദ്ദേഹത്തിൽ ശക്തമായി. ഈ കുറ്റബോധമാണ് അദ്ദേഹത്തെ ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ തേടിയുള്ള യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അദ്ദേഹത്തിന്റെ ജ്ഞാനോദയത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഒരു പുണ്യാത്മാവിന്റെ ജീവിതത്തിൽ നിന്നല്ല, മറിച്ച് ചെയ്ത പാപങ്ങൾക്ക് മോചനം തേടുന്ന ഒരു കൊലപാതകിയുടെ മനസ്സിൽ നിന്നാണ്. ഒരുപാട് ആലച്ചിലുകൾക്ക് ശേഷം അദ്ദേഹം തന്റെ ഗുരുവിനെ കണ്ടെത്തി, മാർപ്പ. പക്ഷേ ആ ഗുരുവിൽ നിന്ന് അറിവ് നേടുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. മിലരേപ്പയുടെ ഭൂതകാലത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്തുകൂട്ടിയ പാപങ്ങളെക്കുറിച്ചും മാർപ്പയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ശുദ്ധീകരിക്കാനായി കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി. ഒറ്റയ്ക്ക് കല്ലുകൊണ്ട് ഗോപുരങ്ങൾ പണിയിപ്പിച്ചു. എന്നിട്ട് അത് പൂർണ്ണമായി പൊളിച്ചു കളയാൻ പറഞ്ഞു. വീണ്ടും പണിയിപ്പിച്ചു, വീണ്ടും പൊളിച്ചു. ഇത് 4 തവണ ആവർത്തിച്ചു. ഇതൊരു ക്രൂരതയായിരുന്നില്ല കേട്ടോ, അതൊരു തരം തീവ്രമായ ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു. മിലരേപ്പയുടെ മനസ്സിലും ശരീരത്തിലും പറ്റിപ്പിടിച്ച ആ പാപക്കറകളെ കഴുകിക്കളയാനുള്ള മാർപ്പയുടെ ഒരു വഴിയായിരുന്നു അത്. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാവുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ പഴയ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അവിടെ ആ തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ സ്വന്തം അമ്മയുടെ അസ്ഥികൂടം കണ്ടു. ആ കാഴ്ചയുണ്ടാക്കിയ ദുഃഖം, അത് ജീവിതം എത്ര നശ്വരമാണെന്നും മോചനം എത്രത്തോളം ആവശ്യമാണെന്നുമുള്ളൊരു വലിയ തിരിച്ചറിവിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. അങ്ങനെ ഭൂതകാലത്തിന്റെ ഭാരമെല്ലാം ഇറക്കിവെച്ച് ഗുരുവിൽ നിന്ന് ജ്ഞാനം നേടിയ ശേഷം മിലരേപ്പ നമ്മൾ മുൻപ് കണ്ട ആളെയല്ലാതായി മാറി. അദ്ദേഹം ഒരു പുതിയ വ്യക്തിയായി.
പുസ്തകങ്ങളിലൂടെയല്ല, മറിച്ച് പാട്ടുകളിലൂടെ അറിവ് പാർന്നുകൊടുത്ത ഒരു യോഗി. അദ്ദേഹത്തിന്റെ രീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഹിമാലയത്തിലെ ഗുഹകളിൽ ഒറ്റയ്ക്ക് ജീവിച്ചു. ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ വലിയ പ്രഭാഷണങ്ങൾക്കൊന്നും അദ്ദേഹം പോയില്ല. പകരം ആ നിമിഷം മനസ്സിൽ വരുന്ന കവിതകളിലൂടെയും പാട്ടുകളിലൂടെയുമാണ് മറുപടി നൽകിയിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. അപ്പോൾ മിലറിയപ്പയുടെ കഥ അവിടെ തീരുന്നില്ല. അദ്ദേഹത്തിന്റെ അറിവും ജീവിതവും ഒരു പുതിയ തുടക്കമായിരുന്നു. ഇന്നും നിലനിൽക്കുന്ന ഒരു വലിയ ആത്മീയ ഗുരുപരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി അദ്ദേഹം മാറി. ടിബറ്റൻ ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട 4 ശാഖകളിലൊന്നായ ഖഗ്യു പരമ്പരയിലെ ഒരു കേന്ദ്രബിന്ദുവാണ് മിലരേപ്പ. അപ്പോൾ ഈ അറിവിന്റെ പരമ്പര എങ്ങനെയാണ് കൈമാറി വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ചങ്ങല പോലെയാണ്. ആദിമ ബുദ്ധനായ വജ്രധരനിൽ നിന്ന് തുടങ്ങി തിലോപ്പ, നരോപ്പ വഴി അത് മാർപ്പയിലെത്തി. മാർപ്പയാണ് ഈ അറിവുകൾ ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലേക്ക് കൊണ്ടുവന്നത്. മാർപ്പയിൽ നിന്ന് അത് മിലരേപ്പയ്ക്കും, മിലരേപ്പയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ഗെംബോപ്പയിലേക്കും അങ്ങനെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് മിലരേപ്പയുടെ ജീവിതം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: നിങ്ങളുടെ തുടക്കം എത്ര മോശമാണെങ്കിലും, എത്ര ഇരുട്ടിലാണെങ്കിലും, ശരിയായ സമർപ്പണവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ആർക്കും മാറാൻ സാധിക്കും. ഒരു കൊലപാതകിക്ക് പോലും ജ്ഞാനോദയം നേടാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ മിലരേബയുടെ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഗുഹയിൽ ഭൂതങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ഗുഹകളിൽ നമ്മൾ ഒളിച്ചുവെക്കുന്ന പേടിച്ചോടുന്ന ഭൂതങ്ങൾ ഏതൊക്കെയാണ്? ഒരുപക്ഷേ അവയോട് പോരാടുന്നത് നിർത്തി മിലരേബ ചെയ്തതുപോലെ ഒന്ന് കീഴടങ്ങിക്കൊടുത്താൽ എന്ത് സംഭവിക്കും?